ജില്ലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബഷീറിലൂടെയും ഉരുവിലൂടെയും കോഴിക്കോടിനെ അറിഞ്ഞ് വിദേശ സംഘം. ത്യാഗരാജ സംഗീതോത്സവത്തിന് തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ തുടക്കമായി. LIC ഏജന്റ് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ഡിവിഷൻ സമ്മേളനം ഫറൂഖിൽ നടന്നു. സേവന രംഗത്ത് മാതൃകയായി വി കെയർ ഫൗണ്ടേഷൻ ഞാൻ സായിലക്ഷ്മി അനീഷ്. വാർത്തകൾ വിശദമായി. ബഷീറിലൂടെയും ഉരുവിലൂടെയും കോഴിക്കോടിനെ അറിഞ്ഞ് വിദേശ സംഘം. അന്താരാഷ്ട്ര ആയുർവേദ കോൺക്ലേവിന് കോഴിക്കോട് എത്തിയതായിരുന്നു വിദേശ സംഘം. ബേപ്പൂരിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം, ആകാശമിഠായിയും ഒരു നിർമ്മാണശാലയും വിദേശ സംഘം സന്ദർശിച്ചു. ബഷീർ കഥകളും ചിന്തകളും ആകാശമിഠായിയുടെ പ്രസക്തിയും ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പങ്കുവച്ചു. ബേപ്പൂർ BC റോഡിന് സമീപം ബഷീർ സ്മാരകത്തിന് പിൻവശം ചാലിയാർ തീരത്ത് കക്കാടത്ത് ഉരു നിർമ്മാണശാല സന്ദർശിച്ച സംഘത്തിന് തച്ചന്മാരുടെ മനക്കണക്കും കോഴിക്കോട്ടെ കലാസികളുടെ മെയ്ക്കരുത്തും ഒത്തുചേർന്ന ഒരു നിർമ്മാണ രീതിയും ഉരുവിലൂടെ വന്നുചേർന്ന വിദേശ വ്യാപാര ബന്ധങ്ങളും വിശദീകരിച്ചു നൽകി. ഖത്തറിലേക്ക് അയക്കാനുള്ള ഉരുവാണ് നിലവിൽ ഇവിടെ പണിയുന്നതെന്ന് നിർമ്മാണശാല ഉടമ എടത്തൊടി ജിഷ്ണു പറഞ്ഞു. കോഴിക്കോടിന്റെ ആതിഥ്യ മര്യാദയും കലയും സംസ്കാരവും ലോകോത്തരമെന്ന് ഫ്രാൻസിൽ നിന്നുമെത്തിയ സോഫിയ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഊഷ്മളതയും തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് റഷ്യൻ സ്വദേശി കാരലീൻ പറഞ്ഞു. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, US, UK, സ്ലോവാക്യ, ലബനൻ, ഇറ്റലി, കസാക്കിസ്ഥാൻ, സൗദി അറേബ്യ, ബൾഗേറിയ, ഇസ്രായേൽ, അർമേനിയ, ജോർദാൻ, തുർക്കി, പോളണ്ട്, പോർച്ചുഗൽ, ദക്ഷിണ കൊറിയ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പ്രധാനമായും സംഘത്തിലുണ്ടായിരുന്നത്. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചെയർപേഴ്സൺ P. രാധാഗോപി, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ T. നിഖിൽ ദാസ്, സ്റ്റോറി ടെല്ലർ രജീഷ് രാഘവൻ എന്നിവർ സന്ദർശനത്തിൽ പങ്കാളികളായി. കേരളത്തിന്റെ വെൽനസ് ടൂറിസം സാധ്യതകൾ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദ്വിദിന അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കോഴിക്കോടൻ വിഭവങ്ങൾ ആസ്വദിച്ചും കലാരൂപങ്ങൾ കണ്ടും സംഘം വയനാട്ടിലേക്ക് തിരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ത്യാഗരാജ സംഗീതോത്സവത്തിന് തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പ്രമുഖർ കച്ചേരികൾ അവതരിപ്പിക്കും. സ്വാമി ത്യാഗരാജ ആരാധന ട്രസ്റ്റിന്റെ ത്യാഗരാജ ഉത്സവം തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിലെ ശെമ്മാങ്കുടി നഗറിൽ ഫെബ്രുവരി 8 വരെയാണ് നടക്കുന്നത്. മൃദംഗവിദ്വാൻ ശ്രീമുഷണം V. രാജറാവു ഉദ്ഘാടനം ചെയ്തു. രമേശ് ഗോപാലകൃഷ്ണൻ രചിച്ച ത്യാഗരാജന്റെ രാമൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. തുടർന്ന് ശ്രീമുഷണം V. രാജറാവു, നിരുപമ C. ചിരാത്, CR വൈദ്യനാഥൻ, ഈശ്വർ ഭട്ടതിരിപ്പാട് എന്നിവർ നയിക്കുന്ന സംഗീത പരിപാടികൾ അരങ്ങേറി. ത്യാഗരാജ ഉത്സവത്തിന്റെ ഭാഗമായി കുമാരി ശ്രീനിധി K. ഭട്ട്, പെരുമ്പാവൂർ സഹോദരിമാരായ അർച്ചന, ഗായത്രി, വിവേക് മൂഴിക്കളം, ഡോക്ടർ സുധാ രഞ്ജിത്ത് എന്നിവർ നയിക്കുന്ന സംഗീത പരിപാടികൾ നടന്നു.
ഫെബ്രുവരി 6-ന് ആരതി വിനീത്, പൃഥ്വി ഹരീഷ്, ഡോക്ടർ ബേബി ശ്രീറാം ഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടികൾ നടക്കും. ഫെബ്രുവരി 8-ന് രാത്രി 9-ന് നടക്കുന്ന ആഞ്ജനേയ ഉത്സവത്തോടെ ത്യാഗരാജ ആരാധനോത്സവം സമാപിക്കും. എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടികൾ ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു. സമ്പ്രദായ പ്രകാരം ഒരു ഉഞ്ചവൃത്തി രാവിലെ 7 മണി മുതൽ ഒരു നഗര പ്രദക്ഷിണം എന്ന് പറയുന്ന പോലെ സദ്ഗുരു ത്യാഗരാജ സ്വാമികളുടെ കൃതികൾ പാടിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LIC ഏജന്റ് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ഡിവിഷൻ സമ്മേളനം ഫറൂഖിൽ നടന്നു. നിരവധി പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം ഫറൂഖ് റോയൽ അലയൻസിൽ നടന്നു. ഫറൂഖ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ PK ഷബീർ അലി ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് മേഖലയിലെ വേഗത്തിലുള്ള പരിഷ്കരണ നടപടികൾ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. മറ്റുള്ളവർക്ക് നല്ല രീതിയിലുള്ള പ്രചോദനം കൊടുക്കാനും സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എതിരെ പോലെ ഒരു ദേശീയ സെക്രട്ടറി ശശി നിർണായം അദ്ദേഹം ഒഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സെക്രട്ടറിക്ക് ശത്രുപോകാൻ പാടില്ല. അവരുടെ സഹായം നൽകാനും മാർഗനിർദ്ദേശം നൽകാനും അതിനുദാഹരണമാണ് കണ്ണേറ്റം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. AIL-IAF ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് CO രവീന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി K വത്സരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ദേശീയ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി C രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തന വിശദീകരണം ദേശീയ കമ്മിറ്റി ട്രഷറർ M അബ്ദുൾ സമദ് നിർവഹിച്ചു. AIL-IAF ഡിവിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അയ്യപ്പൻ MP, ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് M രാമദാസൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി M ശശീന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സേവന രംഗത്ത് മാതൃകയായി വി കെയർ ഫൗണ്ടേഷൻ കോഴിക്കോട് ത്വക്കുരോഗ ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസും കലാവിരുന്നും അവതരിപ്പിച്ചു. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനോടൊപ്പം രോഗികളോടുള്ള സാമൂഹിക വിവേചനം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫൗണ്ടേഷൻ പരിപാടി സംഘടിപ്പിച്ചത്. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് ജീവകാരുണ്യ സംഗമം അരങ്ങേറിയത്. എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഭൂമിയെ, പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് വി കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടന, ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടന. ഈ രണ്ട് സംഘടനയും കൂടി നമ്മുടെ കൂടെയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക, ഞാൻ പരിപൂർണ ഹാപ്പിനെസ്സോടുകൂടി, പരിപൂർണ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നു മുതൽ ജീവിക്കുക. ട്രസ്റ്റിന് കീഴിലുള്ള മെലഡി കഫേയിലെ പ്രമുഖ ഗായകർ അണിനിരന്നതോടെ ഹോസ്പിറ്റൽ പരിസരം ആഘോഷപൂർണമായി.
ധർമ്മരാജ് ചെറുവറ്റ, റഹീം കൊടുവള്ളി, റുക്സാന കക്കോടി, മിനി രാജു, ദിവ്യ രാമനാട്ടുകര, സുബൈദ കുന്നമംഗലം, റസിയ കോഴിക്കോട് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വി കെയർ ഫൗണ്ടേഷനിലെ സന്നദ്ധ പ്രവർത്തകർ അവതരിപ്പിച്ച ഒപ്പനയും പരിപാടിക്ക് മാറ്റുകൂട്ടി. ഡെർമറ്റോളജി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അനൂപ് ബാലഗോപാൽ, ഡോക്ടർ ബിജു, ഡോക്ടർ നീതു ഹരിദാസ് എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിന് ഔദ്യോഗിക പരിവേഷം നൽകി. വി കെയർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഫസീന, മുഖ്യ രക്ഷാധികാരികളായ തൽഹത്ത് കുന്നമംഗലം, ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഈ പരിപാടി വലിയ ജനശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനശ്രീ മിഷൻ 20ാം വാർഷിക സമ്മേളനം കോഴിക്കോട് സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് UDFന് കൂടുതൽ മധുരമുള്ളതാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. 2000-ഓളം ജനശ്രീ അംഗങ്ങളും മറ്റ് പ്രവർത്തകരും സംഗമിച്ച ജനശ്രീ സുസ്ഥിര മിഷൻ 20ാം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. ആദ്യ ദിനം ഹോട്ടൽ അളകാപുരിയിൽ സംസ്ഥാന സമിതി യോഗവും 2ാം ദിനം ബീച്ച് ആസ്പിൻയാർഡ് കോർട്ടിൽ സംസ്ഥാന സമ്മേളനവും നടത്തി. സമ്മേളനം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ട ഗാനം മധുരമുള്ളവയാണ് എങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേൾക്കാനിരിക്കുന്ന ഗാനങ്ങൾ കൂടുതൽ മാധുര്യമുള്ളവയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനായി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ. നിങ്ങൾ ജനശ്രീ പ്രവർത്തനത്തോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്ന് ഈ 20ാം വാർഷിക സമ്മേളനം അഭിമാനത്തോടെ, ആശംസകളോടെ, പ്രതീക്ഷയോടെ, നന്ദിയോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ജനശ്രീ, ജയ് ഭാരത്. സംസ്ഥാന ചെയർമാൻ MM ഹസൻ അധ്യക്ഷനായി. ചലച്ചിത്ര താരം രമേശ് പിഷാരടെ മുഖ്യാതിഥിയായി. ജനറൽ സെക്രട്ടറി BS ബാലചന്ദ്രൻ ജനശ്രീയുടെ അടുത്ത 10 വർഷത്തേക്കുള്ള നയരേഖ അവതരിപ്പിച്ചു. ജില്ലാ ചെയർമാൻ N സുബ്രഹ്മണ്യൻ, മേരി കുര്യൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ബിജു കാവിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളെ അനുമോദിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥി നിവേദ K ശൈലേഷിന്റെ നോളജ് ആപ്പ് രമേശ് പിഷാരടി സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഗാന്ധി സ്മൃതിയിൽ കുമാരി സ്നേഹ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ജനശ്രീ സംഘാംഗങ്ങൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നുവന്ന വളയനാട് ക്ഷേത്രോത്സവം സമാപിച്ചു. ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെയാണ് ഉത്സവം സമാപിച്ചത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 ആഴ്ചയായി ഭക്തിസാന്ദ്രമായ വിവിധ പരിപാടികളോടെയാണ് വളയനാട് ദേവി ക്ഷേത്രോത്സവം നടന്നത്. സമാപന ദിവസം യാത്രാബലിയോടെയാണ് ആറാട്ടിന് എഴുന്നള്ളിയത്. ആഴ്ചവട്ടം തറക്കൽ ക്ഷേത്രത്തിലെത്തി തായമ്പകയും കേളിക്കയ്യും കഴിഞ്ഞ് വാദ്യമേളത്തോടെ 7 പ്രദക്ഷിണമായി ആനപ്പുറത്തേറി വിളക്കെഴുന്നള്ളിപ്പിൽ 100 കണക്കിന് ഭക്തർ അണിനിരന്നു. ഈടും കൂറും കൽപ്പനയും കഴിഞ്ഞ് രാത്രി 10-ന് ആറാട്ടുകടവായ മാങ്കാവ് തൃശാലക്കുളത്തിലെത്തി. കടവിലെ പാണ്ടിമേളത്തിന് ശേഷമായിരുന്നു ആറാട്ട്. ഭക്തി നിർഭരമായ ആറാട്ടിന് ശേഷം വളയനാട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. കൊടി ഇറക്കിയതോടെയാണ് ഉത്സവം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം 7 ശനിയാഴ്ച കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കും. ജയചന്ദ്രനെ കുറിച്ചുള്ള ഗാനവും ചടങ്ങിൽ പുറത്തിറങ്ങും. ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 7 വൈകിട്ട് 5:30 തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ ജയചന്ദ്ര സ്മൃതി സന്ധ്യ ഭാവചന്ദ്രിക നടക്കും. പി ജയചന്ദ്രൻ ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം പിന്നണി ഗായകൻ KK നിഷാദിന് ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് KJ സ്റ്റാൻലിയും സെക്രട്ടറി PT ശ്രീനാരായൺ ഉണ്ണിയും പറഞ്ഞു. ജയത്തിന്റെ പേരിൽ നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിപ്പം ഗായകൻ പ്ലേബാക്ക് സിംഗർ നിഷാദിനാണ് കൊടുക്കുന്നത്, KK നിഷാദ്. അത് 25,000 റുപ്പീസാണ് ഞങ്ങൾ ആദ്യത്തെ വർഷമായിട്ട് ഇത് കൊടുക്കുന്നത്. ഇനിയുള്ള വർഷങ്ങളിലും അതേപോലെ തന്നെ ഉള്ള അവാർഡുകൾ ഉണ്ടാവും. അത് സംഗീതന്മാർ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ സിംഗേഴ്സ് ആവാം, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആവാം, സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആവാം. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് KK നിഷാദ്, വൃന്ദ മേനോൻ എന്നിവർ ചേർന്ന് സംഗീത പരിപാടി അവതരിപ്പിക്കും. ജയചന്ദ്രനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനം അനുഭൂതിയാവും ഭാവഗീതങ്ങൾ ചടങ്ങിൽ പുറത്തിറക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ഥലം മാറിപ്പോകുന്ന ഫറൂഖ് സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് AM സിദ്ദിഖിന് ഫറൂഖ് പ്രസ് ക്ലബ് യാത്രയപ്പൊരുക്കി. ഫറൂഖ് പ്രസ് ക്ലബ് പ്രസിഡന്റ് P ഷാജി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ DYSP ആയി സ്ഥലം മാറിപ്പോകുന്ന ഫറൂഖ് സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് AM സിദ്ദിഖിന് ഫറൂഖ് പ്രസ് ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. ഫറൂഖിലെ ക്രമസമാധാന പരിപാലനത്തിലും ജനകീയ ഇടപെടലുകളിലും ACP നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ചടങ്ങിൽ പ്രശംസിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് P ഷാജി അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ആ സ്ഥാനം അതൊരു മഹത്തായ സ്ഥാനമാണ് എന്നുള്ളത് നമ്മളാണ് തിരിച്ചറിയുന്നത്, ഇരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നത് അത് ഫറൂഖിന്റെ ഒരു പ്രത്യേക സ്ഥാനമാണ്, മഹത്തായ സ്ഥാനം എന്നുള്ളത് ഇരിക്കുന്ന ആൾ തിരിച്ചറിയണം. അതുപോലെ ACP എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നത് എന്റെ കടമകൾ എന്തൊക്കെയാണ്. അപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ വരുന്ന സമയത്ത് എനിക്ക് 100% അറിയാം ഇവിടെ ഭരണപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളായിട്ട് പ്രവർത്തിച്ചു എന്ന് ഒരിക്കലും പറയില്ല എന്നറിയാം. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനായിരിക്കും പറയാനുള്ള, സാധാരണ അങ്ങനെ പറയാം, പക്ഷെ അത് ഒരിക്കലും പറയാനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല എന്നുള്ള അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇവര് എന്നോട് തിരിച്ചുള്ള ഒരു സമീപനം കൂടിയാണ്. ഫറൂഖ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ TS ശ്രീജിത്ത് മുഖ്യാതിഥിയായി. സെക്രട്ടറി ഇർഷാദ് കല്ലംപാറ, ട്രഷറർ NP പ്രമോദ് ബാബു, വിനീഷ് കടക്കാട്, സതീഷ് കൊല്ലനങ്കണ്ടി, സലീം പാടത്ത്, ഫറൂഖ് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, സെക്രട്ടറി സക്കീർ പാറക്കാട്ട്, രാമനാട്ടുകര ഏരിയ റെസിഡൻസ് ഏകോപന സമിതി പ്രസിഡന്റ് KC രവീന്ദ്രനാഥ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം ട്രഷറർ PM അജ്മൽ, അജിത് കുമാർ പൊന്നേമ്പറമ്പത്ത്, KTM മജീദ്, KT മുരളി, മുല്ലപ്പള്ളി അഹമ്മദ് കോയ, MK അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി പയ്യോളിയുടെ ആഭിമുഖ്യത്തിൽ കൊളാവിപ്പാലം മിനി യോഗ പരിസരം ശുചീകരിച്ചു. കോർഡിനേറ്റർ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചെരുപ്പ്, ബാഗ്, തെർമോകോൾ, റെക്സിൻ, കുപ്പികൾ എന്നിവയെല്ലാം ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ പരിസ്ഥിതി പയ്യോളി പ്രവർത്തകർ സജ്ജീകരണങ്ങൾ നടത്തി. തുടർന്ന് ബീച്ചിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പയ്യോളിയുടെ കോർഡിനേറ്റർ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രദീപ് കണിയാറയ്ക്കൽ തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും കവിത ചൊല്ലുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം BBC ഒരു റിപ്പോർട്ട് കണ്ടത് ഒരു കൊക്ക്, ആ കൊക്ക് തളർന്ന അവസരമായിട്ട് വീണിട്ട് ആളുകൾ അവിടുത്തെ പക്ഷി സ്നേഹികൾ സമീപിച്ചപ്പോൾ നമ്മൾ കണ്ടത് ആ പക്ഷിയുടെ കൊക്കിനകത്ത് ഒരു പ്ലാസ്റ്റിക് മൂടി കുടുങ്ങി കിടക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പക്ഷി സ്നേഹികളായ ആളുകളുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം. അവരെല്ലാവരും ഒന്നിച്ചിറങ്ങുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അതിൻ്റെ കൊക്കിൽ പിന്നെ അതിന് വെള്ളം കുടിക്കാനോ ഭക്ഷണിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ആ കൊക്കിൽ നിന്ന് ആ പ്ലാസ്റ്റിക് മൂടി നീക്കം ചെയ്യുകയും അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ടി കെ കണ്ണൻ, ഗംഗാധരൻ അനിക്കാട്, KT രാജീവൻ, കൊളാവി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ഹംസ കാട്ടുകണ്ടി, T ശരത്ത്, KP വഹാബ് തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഇനിയും നിശ്ചിത ഇടവേളകളിൽ ഈ പ്രദേശം ശുചീകരിക്കാനാണ് സംഘടനയുടെ ആലോചന. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബഷീറിലൂടെയും ഉരുവിലൂടെയും കോഴിക്കോടിനെ അറിഞ്ഞ് വിദേശ സംഘം. ത്യാഗരാജ സംഗീതോത്സവത്തിന് തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ തുടക്കമായി. LIC ഏജന്റ് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ഡിവിഷൻ സമ്മേളനം ഫറൂഖിൽ നടന്നു. സേവന രംഗത്ത് മാതൃകയായി വി കെയർ ഫൗണ്ടേഷൻ ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.